ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. സ്വീകരണ കേന്ദ്രങ്ങളിൽ മാലയ്ക്കും ബൊക്കയ്ക്കും പകരം അറിവിന്റെ ആയുധങ്ങൾ സ്വീകരിച്ച് ഒറ്റപ്പാലത്തെ ഇടതു സ്ഥാനാർത്ഥി കെ പ്രേംകുമാർ മാതൃകയാകുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച ശ്രദ്ധേയനായ ഒറ്റപ്പാലത്തെ ഇടതു സ്ഥാനാർത്ഥി കെ പ്രേംകുമാർ തനിക്ക് ലഭിച്ച സ്നേഹോപഹാരങ്ങൾ അർഹരായ കൈകളിലേക്ക് എത്തിച്ചു. പ്രചാരണ വേളയിൽ സ്വീകരണ കേന്ദ്രങ്ങളിൽ മാലയോ ബൊക്കയോ വേണ്ടെന്നും പകരം കുട്ടികൾക്ക് ഉപകരിക്കുന്ന പുസ്തകങ്ങളും പഠനോപകരണങ്ങളും നൽകണമെന്നും അദ്ദേഹം പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചിരുന്നു. നിർധനരായ കുട്ടികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ തീരുമാനം. നോട്ട് പുസ്തകങ്ങൾ, പേനകൾ, ബാഗുകൾ, കുടകൾ, ലഞ്ച് ബോക്സുകൾ, ലൈബ്രറി പുസ്തകങ്ങൾ എന്നിങ്ങനെ വലിയൊരു ശേഖരമാണ് ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് തിരക്കുകൾ അവസാനിച്ചതോടെ ഇവയെല്ലാം ഒറ്റപ്പാലം കടമ്പഴിപ്പുറം BRCയിലെ പ്രവർത്തകർക്ക് അദ്ദേഹം കൈമാറി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വീകരണ പരിപാടികളെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ റിബണും മാലയും അതുപോലെ തന്നെ ഷാളുമൊക്കെ ഇടുന്ന സന്ദർഭത്തിൽ പഠനോപകരണങ്ങൾ നൽകി ആ നിലയിൽ സഹകരിക്കണമെന്നും അതിന് തയ്യാറാകണമെന്നും ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി മികച്ച പ്രതികരണമാണ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ടായത്. അവിടെ നിന്നെല്ലാം ലഭിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളാർന്ന പഠനോപകരണങ്ങൾ, അല്പം ലൈബ്രറി ബുക്കുകൾ ഞാൻ എടുത്ത് പിന്നീട് വായനയ്ക്ക് ശേഷം ആവശ്യമായവ മറ്റ് ലൈബ്രറികൾക്ക് കൊടുക്കും. പഠനോപകരണങ്ങൾ പൂർണ്ണമായും ഇന്ന് ഏപ്രിൽ മാസം 13-ാം തീയതി കടമ്പഴിപ്പുറത്തുള്ള ഒറ്റപ്പാലം മണ്ഡലത്തിലെ കടമ്പഴിപ്പുറത്ത് പ്രവർത്തിക്കുന്ന ചെർപ്പുളശ്ശേരി BRCക്ക് കൈമാറുകയാണ്. BRC ട്രെയിനർ PC ശിവശങ്കരൻ, കടമ്പഴിപ്പുറം GUP സ്കൂൾ പ്രധാനാധ്യാപകൻ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഇവ ഏറ്റുവാങ്ങി. പഠനോപകരണങ്ങൾക്കൊപ്പം ലഭിച്ച പുതപ്പുകൾ പൂക്കോട്ടുകാവിലെ വിനീഷ് പാലിയേറ്റീവ് കേന്ദ്രത്തിനും കൈമാറി.